ദുബായിൽ പോയതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താ ചേട്ടന്? നാട്ടിൽ നിന്നും ദുബായിൽ നിന്നും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറയാൻ എന്ത് മാറ്റം? ബ്ലോക്ക് ഉണ്ടായി എന്നുള്ളതല്ലാതെ വേറെ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അത് തന്നെ വലിയൊരു മാറ്റം. അത് വലിയൊരു മാറ്റമായിരുന്നു. അതൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. അത് സുദീപേട്ടൻ്റെ ഒരു ഗാനമേളയ്ക്ക് ഞാനും ശാന്തിയും കൂടെ കുറേ പാട്ടുകൾ പഠിക്കാനുണ്ട്. അപ്പം അങ്ങനെ സുദീപേട്ടൻ്റെ ഗാനമേളയ്ക്ക് ഞാൻ അവിടെ വായിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം പ്രോഗ്രാമൊക്കെ വരുമ്പോൾ നമ്മൾ പോകുന്നത്. അത് ഞങ്ങൾ ഭയങ്കര പ്ലാൻഡായി പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഒരു ശ്വാസം മുട്ടൽ പോലെ ഒരു ഗ്യാസ് കയറുന്ന പോലെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പരിപാടിക്ക് കൊട്ടിയല്ലേ പറ്റും. അപ്പോൾ തലേദിവസം രാവിലെ സുദീപേട്ടൻ വിളിച്ച് പറഞ്ഞു രാവിലെ 8 മണിക്ക് പുള്ളി അബുദാബി വരും. 8 മണിക്ക് വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ പ്രാക്ടീസ്, 10 മണിക്ക് പുള്ളിക്ക് എൻ്റെ അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ 1 മണിക്കൂർ പുള്ളിക്ക് റെസ്റ്റ് എടുത്തൊക്കെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തലേദിവസം അബുദാബിക്ക് പോവുക. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പെട്ടെന്നൊരു പിടുത്തമൊക്കെ ഉണ്ടായിട്ട് നടക്കാൻ വരാം എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു സാൻഡിയോട് രക്ഷയില്ലല്ലോടാണ്. അപ്പോൾ സാൻഡി പറഞ്ഞ് നമുക്ക് ഇവിടെ ഒരു ക്ലിനിക്കുണ്ട്, നമുക്ക് അവിടെ നമ്മൾ എന്നും ഈ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് ഷുഗറൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ പോകുന്നൊരു ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയി. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അറിയാവുന്ന ഡോക്ടറാണ്. എനിക്ക് എന്നൊരു സാറേ എനിക്ക് ഇങ്ങനെ ചെറിയൊരു ഗ്യാസിൻ്റെ ആണെന്ന് തോന്നുന്നു പറഞ്ഞു. ഇരിക്കാൻ പറഞ്ഞു. പുള്ളി ടെസ്റ്റ് ചെയ്ത്